ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ജാസൂസ് വ്ളോഗ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് ഞാനിപ്പോൾ ഒരു സിനിമ കണ്ടു. എല്ലാവർക്കറിയാം, ഇന്ന് റിലീസ് ചെയ്ത പടം, അതായത് 18-ാം തീയതി അല്ലെ 18-ാം തീയതി വ്യാഴാഴ്ച റിലീസ് ചെയ്ത പടം, നമ്മുടെ ബബ്ബബ, ദിലീപ് നായകനായ ബബ്ബബ കണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തോന്നി. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമുക്കറിയാം നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചാ വിഷയങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. സിനിമ കാണണം, സിനിമ കാണണ്ട എന്ന് തീരുമാനിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. എൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, എനിക്ക് ദിലീപ് എന്ന ആളുമായി പേഴ്സണലി ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റത്തില്ല. പക്ഷേ ഐ എം ജസ്റ്റ് സെയിങ് ദാറ്റ് ദിലീപ് എന്ന് പറയുന്ന നടനെ ഞാൻ എന്നെ ഒരുപാട് എൻ്റർടൈൻ ചെയ്ത നടനാണ്. അതുകൊണ്ട് തന്നെ ആ സിനിമ കാണുന്നതിനോട് എനിക്കൊരു എതിർപ്പില്ല. അത് മാത്രമല്ല, ഇതിന് പിന്നിൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്. ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, ഇതിൻ്റെ പിന്നിൽ ഇതിലൊരു ടീ ബോയ് പോലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസറിൻ്റെ ഒരുപാട് സിനിമ മോഹം കണ്ട് സ്വപ്നം കണ്ടു വന്ന ഒരുപാട് പേരുടെ അധ്വാനം കൂടിയാണ് ഈ സിനിമ. അതുകൊണ്ട് തന്നെ ആസ് എ ഫിലിം ഐ ക്യാൻ എൻ്റർടൈൻ വിത്ത് ഇറ്റ്. ബട്ട് പേഴ്സണലി ഞാൻ എന്നോട് ഒരു സപ്പോർട്ടും ചെയ്യുന്നില്ല. ഞാൻ എന്നും അവൾക്കൊപ്പം തന്നെയാണ്. ആ ഒരു നിലപാടിനോട് എനിക്കൊരു മാറ്റമില്ല. പക്ഷേ സിനിമ വേറെ, പേഴ്സണൽ കാര്യങ്ങൾ വേറെ എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളും കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദിലീപ് നായകനായ ബബ്ബബയുടെ റിവ്യൂ എന്ന് പറയാനൊന്നുമില്ല. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ബബ്ബബ എന്നെ വ്യക്തമായി, കൃത്യമായി, ഈസിയായി എൻ്റർടൈൻ ചെയ്തു. ഞാൻ അതിൽ ഒരു ലോജിക്കോ അല്ലെങ്കിൽ കഥാമൂല്യമോ ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടല്ല സിനിമ കാണാൻ പോയത്. അതുകൊണ്ട് തന്നെ എന്നെ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്തു, എന്നെ നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്തു. ദിലീപിൻ്റെ ഒരു കംബാക്ക് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ദിലീപ് എന്ന നടൻ്റെ ഒരു മികവ് എനിക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റി. കാരണം ചില ഏരിയയിലൊക്കെ നമ്മൾ പണ്ട് കണ്ടിരുന്ന ഒരു ദിലീപിനെ തിരിച്ചു വരുന്നത് പോലെ ഉള്ള കംബാക്സ് ഞാൻ എക്സ്പെക്ട് ചെയ്തു. പക്ഷെ നടൻ എന്നുള്ള രീതിയിലൊരു വലിയ കംബാക്ക് ആയിട്ടൊന്നും ഞാനിത് കാണുന്നില്ല. ആ ഒരു ഇമോഷൻ കൺവേ ചെയ്യാൻ, ആ മാഡ്നെസ്സിൻ്റെ ഒരു ഇമോഷൻ കൺവേ ചെയ്യാൻ ദിലീപിനെ റീപ്ലേസ് ചെയ്യാൻ എനിക്ക് അവിടെ ആരെയും ഒന്ന് തിങ്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം അത്രയും അടിപൊളിയായിട്ട് എനിക്കത് വർക്കായി. പിന്നെ അതുപോലെ തന്നെ ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാം, മോഹൻലാലുണ്ട് സിനിമയിൽ. നമ്മൾ പാട്ടും കണ്ടതാണ്. ലാലേട്ടൻ്റെ ഒരു സ്പേസിങ് ആ സിനിമയിൽ കൊടുത്തിരിക്കുന്നത് വളരെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ലാലേട്ടൻ ഉള്ളത് കൊണ്ടാണ് ആ സിനിമയിലെ ഒരു ഹൈപ്പ് അങ്ങ് കയറിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തില്ല പേഴ്സണലി. പക്ഷേ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്പേസിങ്, ആ കഥാപാത്രത്തിന് കൊടുത്തിരിക്കുന്ന സ്പേസിങ് ഒക്കെ നമുക്ക് കുറച്ച് സീനുകളെ കുറച്ച് ഹൈപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ അത് നല്ല രീതിയിൽ പ്ലേസ് ചെയ്യാനും ആ കഥാപാത്രത്തിനോട് നല്ല രസത്തിൽ നമുക്കത് ഉൾക്കൊള്ളാനും പറ്റും. എസ്പെഷ്യലി ഫാനൊക്കെ ആണെങ്കിൽ, മോഹൻലാൽ ഫാൻ ആണെങ്കിൽ എന്തായാലും ആ പ്ലേസിങ് ഇഷ്ടപ്പെടും. പിന്നെ ആസ് എ തളപതി ഫാൻ, ഐ എം സോ ഹാപ്പി ദാറ്റ് ചില അതായത് വിജയ് എന്ന് പറയുന്ന നടൻ്റെ ഓരോ ഡീറ്റെയിലിംഗ് ഉണ്ടല്ലോ സിനിമയിൽ കൊടുത്തിരിക്കുന്ന ചില ഏരിയാസിലുള്ള ഡീറ്റെയിലിംഗ് കാണുമ്പോൾ ആസ് എ വിജയ് ഫാൻ ഞാനത് കുറച്ച് എൻജോയ് ചെയ്തു. അതുകൊണ്ടും കൂടിയാണ് എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാൻ എന്ന് എനിക്ക് തോന്നി. പേഴ്സണലി എനിക്കത് തോന്നി. അതോടൊപ്പം തന്നെ ഡിറക്ഷൻ വൈസ് ഒക്കെ ആയാലും തന്നെ നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. പടം നല്ല അത്യാവശ്യത്തിന് ബഡ്ജറ്റായിട്ട് ചെയ്തതാണ്. കാരണം ഓരോ ഫ്രെയിമിലും അത്യാവശ്യത്തിനധികം ബഡ്ജറ്റ് പൊട്ടിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒന്നായിരുന്നു ക്യാമറാമാൻ്റെ പരിപാടികൾ. എനിക്ക് DOP വൈസ് ക്യാമറ മൂവ്മെൻറ്റ്സും പരിപാടിയും അതെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള സംഭവം, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ പരിപാടികൾ, അവരൊരു കോംബോ സീൻസും ഇൻഡിവിജ്വലി ഉള്ള പരിപാടികളും. ഇൻഡിവിജ്വലി എനിക്ക് കുറച്ചും കൂടെ വിനീതിൻ്റെ പെർഫോമൻസ് വളരെ ബെറ്ററാണ്. വളരെ ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് ആ മനുഷ്യൻ ഈ പടത്തിൽ. എനിക്ക് ആക്ടിങ് വൈസ് വിനീതിൻ്റെ പെർഫോമൻസ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ദിലീപിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത്. അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. അതേപോലെ തന്നെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ വിനീത് കോംബോയിലുള്ള കുറേ സീനുകളും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് നമുക്ക് വർക്കായിരുന്നു. അതായത് ആ കോമഡി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കോമഡികൾ ഉണ്ടായിരുന്നു. ധ്യാനിൻ്റെ പ്രസൻസ്, ആക്ച്വലി ദിലീപോ മോഹൻലാലോ വരുമ്പോൾ ഞാനിവിടെ ഗുഡ് വില്ലാണ് കണ്ടത്. ദിലീപോ മോഹൻലാലോ വരുന്ന സീനിന് പോലും അവിടെ കയ്യടികളില്ലായിരുന്നു. ഈവൻ വിജയുടെ പ്രസൻസിന് പോലും എല്ലാവരും ഒന്ന് ഹാപ്പി ആയെന്നേ ഞാൻ കണ്ടുള്ളൂ. പക്ഷേ ധ്യാൻ ശ്രീനിവാസൻ വന്നപ്പോൾ
അവിടെ തിയേറ്ററിൽ കയ്യടി ഉണ്ടായിരുന്നു. അപ്പം അത്രയും നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകരുടെ ഇടയിൽ ധ്യാൻ കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ട് ആസ് ലൈക്ക് ഇന്റർവ്യൂ സ്റ്റാർ. അപ്പം ആ ഇമ്പാക്റ്റ് വിനീതും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് വന്നു എന്ന് എനിക്ക് തോന്നി. എനിക്ക് പോരായ്മകൾ തോന്നിയ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് സോങ്സ് ആണ്. സോങ്സിന്റെ കാര്യത്തിൽ ഒരു ഡെത്ത് സീനിൽ ഒരു ഇമോഷണൽ സോങ് ഉണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു സ്കോർ പോകുന്നതൊക്കെ എനിക്ക് അടിപൊളിയായിട്ട് വർക്കായി. സ്കോർ അല്ല, സോങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അഴിഞ്ഞാട്ടം സോങ് ഡാം ഷുവർ എനിക്കത് തിയേറ്ററിൽ ഒന്നും ഫീൽ ചെയ്തില്ല. ഞാൻ അവിടെ നിന്ന് ആലോചിച്ചു, വേറെ ആരെങ്കിലും അല്ല, അങ്ങനെ ഞാൻ പറയുന്നത് ശരിയാണോന്ന് അറിയില്ല. ഞാനിവിടെ പറഞ്ഞു, അതായത് അനിരുദ്ധൊക്കെ ആണെങ്കിൽ ഈ സോങ് അടിപൊളിയാക്കിയേനെ എന്ന് തോന്നി. കാരണം അത്രയും നന്നായിട്ട് സോങ് ചെയ്യാൻ പറ്റുമായിരുന്നു. നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റിയേനെ ആ സോങ്ങിന്റെ പോർഷനിൽ. ബട്ട് ഈവൻ ദോ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ഓറയുണ്ടല്ലോ, ആ ഓറയ്ക്ക് ഒരു മാറ്റമില്ല. അതേപോലെ തന്നെ ജനപ്രിയ നായകൻ എന്ന് പറയുന്ന ഓറയ്ക്കും മാറ്റമില്ല. അതുകൊണ്ട് നമുക്ക് ആ പാട്ടും വലിയ ബോറില്ലാതെ കാണാൻ പറ്റി. പക്ഷെ കുറച്ചും കൂടെ ആ പാട്ടിന് കുറച്ചും കൂടെ ഒരു ഇമ്പം ഉണ്ടായിരുന്നെങ്കിൽ, നമുക്ക് എന്താ പറയുക, നമുക്ക് തുള്ളാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടെ, അങ്ങനത്തെ സോങ് ആണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളി ആയേനെ എന്ന് തോന്നി. പിന്നെ എനിക്ക് തോന്നിയ ഒരു പോയിന്റാണ്, ചില നേരത്തെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്ന BGM സോങ് ഒക്കെ അത് കുറച്ചിങ്ങനെ കയറി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. ചില ഏരിയാസിൽ, ചില ഫൈറ്റ് സീനുകളിലൊക്കെ അത് കുറച്ചിങ്ങനെ അരോചകത്വം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളൊരു ഫീൽ എനിക്ക് അടിച്ചു. അത് മാത്രമാണ് എനിക്കൊരു ഡ്രോബാക്ക് തോന്നിയത്. ആക്ച്വലി നമുക്ക് കുറ്റം കണ്ടുപിടിക്കാനാണെങ്കിൽ ഒരുപാടുണ്ടാവും ഈ സിനിമയിൽ. പക്ഷേ എനിക്കത് തോന്നുന്നില്ല. ഞാൻ എൻ്റർടൈൻ ചെയ്തു. ഞാനും ഫാമിലിയായിട്ടാണ് പോയത്. പക്ഷെ ഞങ്ങൾക്ക് ഓരോ പടത്തിലെ ഓരോ സ്പൂഫ് സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ആ പടം നമ്മുടെ ഫേവറേറ്റ് സിനിമകളായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്തു. എനിക്കും ഞാൻ എൻ്റെ കൂടെ ഹസ്ബൻഡ് ഞങ്ങളിങ്ങനെ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു ചില സീനുകളൊക്കെ. അപ്പം അത് അടിപൊളിയായിട്ടാണ് വർക്കായത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കുമോ എന്നുള്ളതിൽ എനിക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. സിനിമ അതാണല്ലോ, നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനുള്ള ഒരു മാധ്യമമാണല്ലോ. അതുകൊണ്ട് ഈ സിനിമയും ഒരു എന്റർടൈനർ ആണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ കഥയുടെ ഒരു ഭംഗിയോ അല്ലെങ്കിൽ കഥയുടെ ഒരു പരിപാടികളൊക്കെ വളരെ സെറ്റപ്പ് ആയിരുന്നു എന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ഇത്രയും സ്പൂഫ് പരിപാടികൾ, ഇത്രയും 2 സ്റ്റാറുള്ള ആൾക്കാരെ പ്ലേസ് ചെയ്യുക, ഇത്രയധികം പല ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്യുക, അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് എഴുതി വെച്ച് അത് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് ആ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ ആ റൈറ്ററിൻ്റെ ഒക്കെ കഴിവാണ്. സോ അതുകൊണ്ട് ഞാൻ അവർ രണ്ടുപേരും ഈ കാര്യത്തിൽ അപ്രിഷ്യേറ്റ് ചെയ്യും. നൂറിനെ ആണെങ്കിലും ഫഹിമിനെ ആണെങ്കിലും ഒന്നും ചിന്തിക്കാണ്ട് വൈബ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു പടം. ഇതെല്ലാം ഇപ്പം ഈ പറഞ്ഞതെല്ലാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇതിൽ എന്നോട് എതിർപ്പുള്ളവരുണ്ടായിരിക്കും, എന്നോട് യോജിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ അറിയാലോ, മോഹൻലാലാണ്, ദിലീപാണ്, എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്ക്രീനിൽ തരാതെ അവർ പോവില്ല. അതോടൊപ്പം തന്നെ ഒട്ടനവധി നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്ന വേഷങ്ങളുണ്ട്. ഇതിൽ ഞാൻ വിട്ടുപോകാതെ എനിക്ക് പറയാൻ തോന്നുന്നത് ശരണ്യ ചെയ്ത കഥാപാത്രമാണ്. ശരണ്യ ദിലീപ് കോമ്പിനേഷനിൽ ഫസ്റ്റ് ഹാഫിലുള്ള പോർഷൻസ് അടിപൊളിയാക്കിയിട്ടുണ്ട് പുള്ളിക്കാരി. പിന്നെ നമുക്കറിയാലോ പുള്ളിക്കാരി നല്ല രീതിയിൽ അടിപൊളിയാക്കി ചെയ്യും നമുക്കറിയാം, അതിലൊരു ഡൗട്ടും ഇല്ല. പക്ഷെ ഇത് എനിക്ക് ദിലീപ് ശരണ്യ കോംബോ ആണ് എനിക്കിതിൽ കുറച്ചും കൂടെ ഫേവറേറ്റ് പരിപാടികൾ ഉണ്ടായിട്ടുണ്ട് അഭിനയത്തിൻ്റെ കാര്യത്തിൽ. എങ്കിൽ നിങ്ങൾ ബബബ കണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സീ യു ദെൻ, ബൈ.